അഭിലാഷ്, എന്നോടൊപ്പം കോൺഗ്രസിന്റെ ട്രാൻസ്ജെൻഡർ സംഘടനയുടെ ട്രാൻസ് കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടുള്ള അരുണിമ എം കുറുപ്പ് കൂടി ചേരുന്നു. അരുണിമ, ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് തോന്നുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 1-ാം തീയതി രാത്രി 7 മണിക്ക് ശേഷമാണ് ഞാൻ അരുണിമയെ ഫോണിൽ വിളിച്ച് ഇങ്ങനെ അവന്തിക എന്നൊരാളെ അറിയാമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ സുഹൃത്താണ് എന്ന് അരുണിമ എന്നോട് പറഞ്ഞു. അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞാൻ നമ്പർ ചോദിച്ചു, പക്ഷേ അരുണിമ എനിക്ക് തരുന്നില്ല. പക്ഷേ അതിനുശേഷം പിന്നീട് വേണമെങ്കിൽ ഞാൻ കോൺഫറൻസിലിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് പിന്നീട് അവന്തികയെ വിളിക്കുകയായിരുന്നു, അല്ലേ? അങ്ങനെയല്ലേ? അതെ 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 ഞാനൊന്ന് ഇടപെട്ടോട്ടെ. അന്ന് റിപ്പോർട്ടർ ചേട്ടൻ ഡീൻ കുര്യാക്കോസ് എന്നെ വിളിച്ച സമയത്ത് ഒരാളുടെ നമ്പർ, നമുക്ക് അവന്തികയുമായി പരിചയമില്ലാത്ത ഒരാളുടെ നമ്പർ അവർ ചോദിക്കുമ്പോൾ എന്തിനാണെന്ന് നമുക്കറിയില്ല. നമ്മുടെ KPCC-യിൽ ഇതുപോലൊരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്, ഒരു ട്രാൻസ്ജെൻഡറിനെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട്. അവന്തികയല്ലേ, അവന്തിക പരാതി കൊടുത്തിട്ടുണ്ടോ? അവന്തിക പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നമ്പർ ഒന്ന് തരണമെന്ന് പറഞ്ഞപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് അമയ പ്രസാദും കോളിലുണ്ടായിരുന്നു, അവന്തികയും ഉണ്ടായിരുന്നു, ഡീൻ കുര്യാക്കോസും ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്കറിയില്ല, അവന്തിക ഒരു പക്ഷെ ഭയന്നിട്ടായിരിക്കാം പിന്നീട് പറഞ്ഞത്. അതിനുശേഷം ഈ വിഷയങ്ങൾ നടക്കുമ്പോഴും ഈ അവന്തിക ബൈറ്റ് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് എന്നെ വിളിച്ചിട്ട് വളരെ സങ്കടപ്പെട്ടാണ് പറഞ്ഞത്, എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായി, എനിക്ക് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, നിങ്ങൾ രാഷ്ട്രീയം നോക്കരുത്, സഹായിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇവിടെ അവരുടെ അവസ്ഥ ആണ് അന്ന് നമ്മൾ പുറം ലോകത്തോട് അറിയിച്ചത്. അതായത് നിങ്ങൾക്ക് രാഷ്ട്രീയമായി നിങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുമായിരുന്നിട്ടും നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ പെട്ട ഒരാളായിരുന്നു അവന്തിക എന്നതുകൊണ്ട് മാത്രമാണ് അവന്തികയ്ക്ക് വേണ്ടി നിങ്ങൾ കൃത്യമായി ഒരു നിലപാടെടുത്തത്. അതാണോ പറഞ്ഞു വരുന്നത്? അവന്തിക എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ആ ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവൾ അത് തുറന്ന് അത്രത്തോളം പറയുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ അവളൊപ്പം നിൽക്കണ്ടേ? പക്ഷേ അവന്തിക ഉൾപ്പെട്ട് നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലാണ് അല്പസമയം മുമ്പ് അവന്തികയ്ക്ക് ഇങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നില്ല, ഞാൻ നിർബന്ധിച്ച് അവന്തികയെ കൊണ്ട് ഇത് പറയിക്കുകയായിരുന്നു എന്ന തരത്തിൽ ഈ ശബ്ദ സംഭാഷണം അല്പസമയം മുമ്പ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ഞാൻ ആ കോൾ റെക്കോർഡ് ചെയ്തിരുന്നില്ല. അരുണിമ ആ കോൾ റെക്കോർഡ് ചെയ്തോന്ന് എനിക്കറിയില്ല. പിന്നെ എങ്ങനെയാണ് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയതെന്നും അറിയില്ല. പക്ഷേ അതിനുശേഷം രാഹുലിന് വേണ്ടി എന്നെ ഫോണിൽ വിളിച്ചോടെ വിവരങ്ങൾ എൻ്റെ കൈവശമുണ്ട്. അത് നമ്മളുടെ ഒരു ഞങ്ങൾക്കത് ആ പേര് വെളിപ്പെടുത്തുന്നതിൽ എനിക്ക് വ്യക്തിപരമായി വിയോജിപ്പുള്ളതുകൊണ്ട് ആ പേര് വെളിപ്പെടുത്തുന്നില്ല, സ്ക്രീൻഷോട്ട് മാത്രമാണ് ആ പ്രേക്ഷകരെ കാണിക്കുന്നത്. 8 മണിക്ക് ശേഷം ഈ കോൾ നമ്മൾ തമ്മിൽ സംസാരിച്ച് തീർത്തതിന് പിന്നാലെ അവന്തികയെ ഞാൻ വിളിച്ചോ എന്ന് ചോദിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വസ്തൻ്റെ ഫോണിൽ പലതവണ ബന്ധപ്പെടാനിടയായ സാഹചര്യം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ? അത് ഉണ്ട്. അപ്പൊ നിലവിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തീർക്കാൻ പോകുന്ന ഈ പ്രതിരോധം അന്നത്തെ ശബ്ദം വെച്ചിട്ട് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടായെന്നാണ് പറഞ്ഞു വരുന്നത്. അരുണിമ അത് അംഗീകരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല അങ്ങനെ ഒരു ഗൂഢാലോചന. കാരണം എന്നെ വിളിച്ച് കോളിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നതേ എനിക്കറിയുള്ളൂ. കാരണം എന്നെ വിളിച്ച് താൻ അവന്തികയുടെ നമ്പർ ചോദിച്ചു, കോളിൽ ആഡ് ചെയ്തു, അവന്തിക സംസാരിച്ചു. ഇതിന്റെ അപ്പുറം ഒന്നും നടന്ന കാര്യങ്ങളൊന്നും അറിയില്ല. അതിനുശേഷം പക്ഷേ അപ്പോൾ അവന്തിക എന്റെ അടുത്ത് ഒന്നും തുറന്നു പറഞ്ഞില്ലായിരുന്നു. അത് കൃത്യമാണ് അല്ലേ? ഒരു കാര്യങ്ങളും പറഞ്ഞില്ല. അവന്തിക ഭയന്നാണ് സംസാരിച്ചത്. അവന്തികയ്ക്ക് ഒരു പ്രശ്നവുമില്ലെന്നുള്ള രീതിയിൽ ആണ് അവന്തിക അന്ന് സംസാരിച്ചത്. അതായത് കോൺഗ്രസിന്റെ ട്രാൻസ് സംഘടനയുടെ പ്രതിനിധിയായിട്ടുള്ള അരുണിമ എം കുറുപ്പാണ് ഈ നിലപാട് വ്യക്തമാക്കുന്നത്. ഭയന്നിട്ടാണ് അന്ന് അരുണിമയൊന്നും പറയാതിരുന്നത് എന്നാണ് അരുണിമ തന്നെ, അതായത് കോൺഗ്രസിന്റെ ട്രാൻസ് സംഘടനയുടെ പ്രതിനിധിയായ അരുണിമ തന്നെ വ്യക്തമാക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം അമയ പ്രസാദിനെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അമയ പ്രസാദും ആ കോളിൽ ഉണ്ടായിരുന്നു. അന്ന് അവന്തിക ഒന്നും വിട്ടു പറഞ്ഞിട്ടില്ല. അവന്തിക ഒന്നും വിട്ടു പറഞ്ഞിട്ടില്ല. അവന്തിക പറഞ്ഞ കാര്യങ്ങൾ എന്താണ് അറിയില്ലെന്ന് തന്നെയാണ് അവന്തിക പറഞ്ഞത്. അതിനുശേഷം അവന്തിക ഇത്തരത്തിലുള്ള ലൈവ് ഇടുന്നത്. അതെ 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 ഒരുപക്ഷെ ഈ റിനി എന്ന മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം ഈ ട്രാൻസ് ആക്ടിവിസ്റ്റിനും ദുരനുഭവം നേരിട്ടിട്ടുണ്ട് എന്ന ഒരു സന്ദേശം പരന്നതിനെ തുടർന്ന് അവന്തികയെ അന്ന് പലരും ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു, അല്ലേ? അവരന്നിട്ട് തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പിന്നീടത് അറിയിക്കുമെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. ശരിയല്ലേ അരുണിമ? അതെ 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 അപ്പൊ പിന്നീട് എങ്ങനെയാണ് അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഗൂഢാലോചന ആക്ഷേപിക്കാൻ പറ്റുന്നത്? ഒരു മിനിറ്റ്, അമയനെ കൂടി താങ്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അമയനെ ഞങ്ങൾ ഓഫീസിൽ നിന്ന് ബന്ധപ്പെട്ടോളാം, ഞങ്ങൾ തന്നെ ബന്ധപ്പെട്ടോളാം. സംസ്ഥാന പ്രസിഡന്റ് അമയ കൂടി ചേരുകയാണ്. അമയ ആരാണത്? ചാനലിൽ ഇപ്പോ വാർത്ത നടന്നുകൊണ്ടിരിക്കുവാണ്. ഏത് ചാനലിൽ നിന്ന്? ഹലോ, അമയ പ്രസാദ്. അതോ പറ, ആരാണ്? അമയ ഡാൻ ആണ് സംസാരിക്കുന്നത്, ന്യൂസ് 18 ചാനലിൽ നിന്നാണ്. പറഞ്ഞോ. അമയ, നമ്മൾ ഓഗസ്റ്റ് 1-ാം തീയതി വൈകിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സംസാരിക്കാൻ ഒരു കോൺഫറൻസ് കോളിൽ ബന്ധപ്പെട്ടത് ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ? അതെ.
അന്ന് അവന്തികയെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും അങ്ങനെ ഒരു കാര്യമേ ഇല്ല എന്ന് പറഞ്ഞ് അവന്തിക നിഷേധിക്കുകയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും അവന്തിക ഒന്നും വിട്ടു പറഞ്ഞില്ല അന്നത്തെ ദിവസം. അന്ന് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് അമയ പ്രസാദും ഉണ്ടായിരുന്നു ലൈനില്. അതെ 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 പക്ഷെ അവന്തിക അന്ന് നിഷേധിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ച ചോദ്യങ്ങളോട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളോട് ഇത് ആരാണ് പറഞ്ഞത്? ഈ വസ്തുതകൾ ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ എല്ലാ ചാനലുകൾക്കും ഞാൻ കൊടുത്തിരുന്ന മറുപടി നിങ്ങൾ കണ്ടിട്ടാവും. നമ്മുടെ കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്തിട്ട് അവന്തിക പറഞ്ഞ ആരോപണം അതിന് എത്രത്തോളം സത്യമുണ്ട് എന്ന് അറിയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്ത് വരുന്ന കാര്യമായതുകൊണ്ട് കമ്മ്യൂണിറ്റികൾക്കെല്ലാം കേരളത്തിലുള്ള എല്ലാ കമ്മ്യൂണിറ്റികളെയും പ്രശ്നമാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്തെങ്കിലും പറയുക എന്നുള്ളതിലല്ലോ കാര്യം. അപ്പൊ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയണം. അത് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നത്. എത്രത്തോളം സത്യമുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഇത് വിശ്വസിക്കുള്ളൂ. സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ വിശ്വസിക്കത്തുള്ളൂ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. ഞാൻ അവന്തികയുമായി ഗൂഢാലോചന നടത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചെന്നാണ്. അപ്പം നിങ്ങൾ പറയുന്നത് ഗൂഢാലോചന ഉണ്ടെന്നാണോ? എന്ത് ഗൂഢാലോചന ഉണ്ടെന്ന്? അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നതുണ്ടല്ലോ, മറ്റു കാര്യങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചിട്ടോ ഇത് വിശദീകരിച്ചില്ല. ഞാൻ പറഞ്ഞു നമ്മുടെ കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, അവന്തിക പറഞ്ഞ ആരോപണത്തിന് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ സംസാരിച്ചോളൂ ഞാൻ. അതായത് രാഹുലിന് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല അല്ലേ? രാഹുൽ തുടരണോ അല്ലേ? അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? എന്ത് തുടരണമെന്ന്? രാഹുൽ MLA സ്ഥാനത്ത് തുടരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെ പറഞ്ഞില്ല. ഞാൻ അങ്ങനെ ഒരിക്കലും പറയുന്നില്ല. പുള്ളിക്കാരൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ, അത് ഇനി ആരായാലും ശരി, രാഹുൽ മാങ്കൂട്ടത്തിലല്ല, ഇനി ആരായാലും ശരി, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം. അല്ലെങ്കിൽ അവർ ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്നിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ, കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം സത്യം എന്താണെന്ന് തെളിയിപ്പിക്കുക, അല്ലെങ്കിൽ സത്യം എന്താണെന്ന് സമൂഹത്തെ അറിയിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക. അല്ലാതെ ആരെയും അവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയോ ആരെയും പുറകെ നിൽക്കുന്നത്. എല്ലാവരും ഒരുപോലെയാ. എല്ലാവരും മനുഷ്യരാണ്. മനുഷ്യരെ സ്നേഹിക്കാനാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. മനസ്സിലായില്ലേ? അതിന് ഞാനൊന്ന് ഇടപെടട്ടെ. ഇത്രത്തോളം ആരോപണ വിധേയമായി നിൽക്കുന്ന ഒരു വ്യക്തി അവിടുത്തെ നിയമസഭാ അംഗം എന്ന നിലയിൽ, ആ നിയമസഭാ അംഗം എന്ന നിലയിൽ അത് രാജിവെച്ചിട്ട് അന്വേഷണ വിധേയമായി സംഘടനാ ചുമതലകളിൽ നിന്നും പൊതുപ്രവർത്തനങ്ങളിൽ നിന്നും കുറച്ച് മാറി നിന്ന് സത്യാവസ്ഥ തെളിഞ്ഞതിന് ശേഷം പൊതുപ്രവർത്തന രംഗത്തിലേക്ക് വരണമാണ് നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അഭിലാഷ്, അതാണ്. അതായത് കോൺഗ്രസിന്റെ ട്രാൻസ് സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന അരുണിമ M. കുറുപ്പ് തന്നെ ഇപ്പോൾ പറയുകയാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് ഈ ആരോപണങ്ങളിൽ ആ വസ്തുതയുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കണം, അതുവരെ മാറി നിൽക്കണമെന്ന്. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് പുറത്തേക്ക് വരാനുള്ളത് എന്നത് രാഹുൽ തന്നെ പറയട്ടെ. യെസ്, അവിടെ ഡാൻ ഇത്തരം പരാതി നേരത്തെ തന്നെ ലഭിച്ചിരുന്നു എന്ന് കൂടിയല്ലേ അവർ പറഞ്ഞു വെക്കുന്നത്? അങ്ങനെയായിരിക്കാം. അത് അഭിലാഷ് തന്നെ അരുണിമയോടൊന്ന് ചോദിച്ചോളൂ. അരുണിമ, ഇതിലുണ്ടാകുന്ന സംശയം, ഈ രാഹുലിനുമായി ബന്ധപ്പെട്ട് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നേരത്തെ തന്നെ പരാതി ഉയർന്നു വന്നിരുന്നോ? ഇടയ്ക്ക് ഇത്തരത്തിലുള്ള പരാതികളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ നടി വെളിപ്പെടുത്തൽ നടത്തുന്നതിന് മുമ്പ് തന്നെ പരാതി ഉയർന്നു വന്നിരുന്നു അല്ലേ? ഈ അവന്തിക റിപ്പോർട്ടർ നിങ്ങളുടെ ചാനലിന് മുമ്പ് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിന് കുറച്ച് മുമ്പ് വിളിച്ച് വിഷയങ്ങൾ അവതരിപ്പിച്ചിരുന്നു. അപ്പം ഞാനും ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റും പറഞ്ഞത്, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോവുക. അവന്തികയുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോഴും അത് തന്നെ പറയുന്നത്, അവന്തികയുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ അവന്തികയ്ക്കൊപ്പം ഒരു സ്ത്രീ എന്ന നിലയിൽ സംഘടന എന്തായാലും ഉണ്ടാവും. ഈ സംഘടന അതിനപ്പുറത്ത് കോൺഗ്രസ് നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചില്ലേ? തീർച്ചയായിട്ടും അറിയിച്ചിട്ടുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആര് തെറ്റ് ചെയ്താലും ക്രൂശിക്കപ്പെടണം. അരുണിമ, അവിടെയാണ് സംശയം. അതായത് ഇത് അറിയിക്കുമ്പോൾ ഈ രാഹുലിനെതിരായി പബ്ലിക്കായി വന്ന ഒരു യുവനടി പബ്ലിക്കായി വരുന്നതിന് മുമ്പ് തന്നെ പാർട്ടിയെ നിങ്ങൾ ഇക്കാര്യം അറിയിച്ചിരുന്നോ? ഇല്ല, അതിനുശേഷമാണ് അറിയിച്ചത്. അവന്തിക ഇപ്പോഴാണ് കാര്യങ്ങൾ പറയൂ. ശരി, എന്റെ സംശയം, കഴിഞ്ഞ ദിവസം ദീപാദാസ് മുൻഷിയെ പോലെയുള്ള, അതായത് ജനറൽ സെക്രട്ടറി അടക്കം പറയുന്നു, ഒരു തരത്തിലുമുള്ള പരാതി പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല, അങ്ങനെ ഒരു പരാതിയില്ല, ഇത് അടഞ്ഞ അധ്യായമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ജെൻഡർ വിഭാഗം എന്നതിനെ കൃത്യമായി ഇടം നൽകുന്ന ഒരു പാർട്ടി, അതിന് സംഘടനാ സംവിധാനം ഉണ്ടായെങ്കിൽ, അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയെ ഗൗരവമായി കാണേണ്ടതല്ലേ?
അതേ ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളുടെ KPTCക്ക് ഒരു പരാതി ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ ആ പരാതി ആരായിരുന്നാലും നമുക്കൊരു പരാതി കിട്ടിയാൽ ആ പരാതിയെ ഞങ്ങൾ വേണ്ട തരത്തിൽ മറ്റു മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്ക് പാർട്ടി അറിയിക്കുകയും അതിന് മുന്നോട്ട് പോകാനും ശ്രമിക്കുകയാണ് ചെയ്യാറ്. പക്ഷെ അങ്ങനെ ഒരു പരാതി ഞങ്ങൾക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. പിന്നെ ഈ വീഡിയോയിലൂടെയും ഇങ്ങനെ ഫോൺ കോള് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ കണ്ട് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടാണ്. അല്ല, താങ്കൾ അല്പസമയം മുമ്പ് പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നു, ആ പരാതി നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു എന്ന്. അതൊരു പക്ഷേ റിട്ടേൺ ആയ പരാതി എന്നതല്ല ഞാൻ അർത്ഥമാക്കുന്നത്. അങ്ങനെയുള്ള ഒരു ആക്ഷേപമോ പരാതിയോ വാക്കാൽ തന്നെയാണെങ്കിൽ പോലും ഉണ്ടെങ്കിൽ അത് അങ്ങേറ്റം ഗൗരവതരമല്ലേ? ആര് പരാതി തന്നെന്നാണ്? എനിക്ക് ആരും പരാതി തന്നിട്ടില്ല. ഞാൻ പരാതി തന്നെന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങളോട് അവന്തിക എപ്പോഴാണ് സംസാരിച്ചത്? അവന്തിക അരുണിമയോട് സംസാരിച്ചപ്പോൾ എന്നോട് അരുണിമയിൽ കോൺഫറൻസ് കോളിലാണ് സംസാരിച്ചത്. അന്ന് ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞ പുള്ളിക്കാരി ഞങ്ങൾ വയ്ക്കുകയും ചെയ്തു. അവര് തമ്മിൽ സംസാരിക്കുകയാണ് ചെയ്തത്. എന്നോട് ഒരു പരാതിയും റിട്ടേൺ ആയിട്ടോ അല്ലാതെ ഒരു പരാതി എനിക്ക് ഒരു പരാതിയും തന്നിട്ടില്ല. ശരി അരുണിമ, താങ്കൾക്ക് എപ്പോഴാണ് ഈ പരാതി ശ്രദ്ധയിൽപ്പെട്ടത്? ശ്രദ്ധയിൽ പെട്ടത് ഈ ബൈറ്റ് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ്. ഇത്തരത്തിലുള്ള ഒരു വിഷയമുണ്ട്, അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പ്രസിഡന്റിനെ അറിയിച്ചിരുന്നു, പ്രസിഡന്റ് അറിഞ്ഞിരുന്നു. അപ്പൊ പ്രസിഡന്റിനെ ഞാൻ ബന്ധപ്പെടുത്തി. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ പരാതികൾ ഉണ്ടെങ്കിൽ നമ്മള് പോലീസും കോടതിയും ഒന്നും അല്ലല്ലോ, നമ്മള് പൊതുപ്രവർത്തകരാണ്. നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ പരാതിയുമായി മുന്നോട്ട് പോവാം. അതിൽ വസ്തുതയുണ്ട്, അത് തെളിഞ്ഞാൽ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. അതിപ്പോ ആര് തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടണ്ടേ? അത് ഒരാള് തെറ്റ് ചെയ്താൽ അത് ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം. അത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആണെങ്കിലും ആരാണെങ്കിലും അത് തെറ്റ് തന്നെയാണല്ലോ. ഈ അരുണിമ, താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇത്തരത്തിൽ ദുരനുഭവമുള്ള ആളുകൾ ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അവരൊക്കെ ഭയന്ന് മാറി നിൽക്കുകയാണോ? എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. കാരണം അവന്തികയും ഡീനും ഞാനും അമ്മയും കൂടി സംസാരിക്കുന്ന വോയിസ് റെക്കോർഡ് എങ്ങനെയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ പറയുന്നത് അവന്തിക വിഷ്ണു അയച്ചു തന്നതാണ്. അതിൽ പ്രത്യേകിച്ച് അവന്തിക വിഷ്ണു ഒന്നും പറഞ്ഞിട്ടില്ല. അവന്തിക പറയുന്നത് അവന്തികയ്ക്ക് അതിന്റെ വിഷയങ്ങളെ സംബന്ധിച്ചൊന്നും അറിയില്ലെന്നാണ് ആ വിഷയത്തെ സംബന്ധിച്ച് പറയുന്നത്. അറിയില്ല എന്നും അവർക്ക് അതിനൊരു പരാതി ഇല്ലെന്നും പരാതി ഉണ്ടെങ്കിൽ പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ അവൾക്ക് അറിയാമെന്നും എന്നാണ് വോയിസിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മളോട് അരുണിമയോട് പറഞ്ഞത് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് അത് അങ്ങനെ വന്നു. ഇപ്പൊ സംസ്ഥാന പ്രസിഡന്റായിട്ട് ഇരിക്കുന്ന ഞാനൊരു പരാതി ഇതുവരെ എനിക്ക് ഒരു പരാതിയായിട്ട് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഞാൻ ചാനലിനോട് പറയുന്നത്. ഓക്കെ, ശരി ശരി.